ഏതാ ഹലാല് ഹറാമു വേർതിരിച്ചും അത് കാട്ടുന്നതാണ് സോദരാ നീ ഓർക്കിത്. അതിലുള്ള ചിന്ത സിയാമ് പോലാണെന്ന സംസാരവും സുഹൃത്തെ ഖിയാമും എന്ന. ഒരു പണ്ഡിതൻ മരിക്കുന്നു ധനമേയില്ല, മഷുക്കിപ്പിവേനയും മാത്രമല്ലാതില്ല. എന്നാൽ അവൻ കടക്കുന്നു സ്വർഗമിലെന്ന് തിരുമുസ്തഫ നബി വ്യക്തമായി പറയുന്നു സലഫും ഇൽമ് നാലാണെന്ന്, ദീനിൻ്റെ നിലനിൽപ്പിന് ഫിഖഹാണെന്ന്. രണ്ടോ സുഹൃത്തെ വൈദ്യശാസ്ത്രം എന്നത്, അതുകൊണ്ട് വേണം ജസദ് നിലനിൽക്കേണ്ടത്. അതുപോലെ മൂന്നാഗോളശാസ്ത്രം എന്നതും, അതുകൊണ്ട് സമയം കാലമാണ് അറിയുന്നതും. നഹ്വിൻ്റെ ഇൽമ പിന്നെ നാലാമത്തത്, അതുകൊണ്ട് തന്നെ ഭാഷയും തിരിയുന്നത്. മുസ്തത്റഫിൽ ഇത് നോക്കിയാൽ കാണുന്നതാ, 47-ാം പേജ് അതിൽ വിവരിച്ചതാ. നഹ്വിൻ്റെ ഇൽമില്ലാത്തവൻ തണ്ടാന, അവനില്ല ഏണികളും മരം കേറാനാ. ഒരു ദിവസം ഒരു നഹ്വി കപ്പൽ യാത്രയായി മല്ലാഹുമായി പല ചർച്ചയും ചെയ്യുന്നതായി. നഹ്വിൻ്റെ ഇൽമറിവുണ്ടോ നിങ്ങൾക്കെന്ന് ചോദിച്ചു മല്ലാഹോട് നഹ്വി അന്ന്. ഒരു പിടിയുമില്ലതിലെന്നയാൾ പറയുന്നതായി, താങ്കൾക്ക് എന്നാൽ നിസ്ഫ് വയസ്സും നഷ്ടമായി. ഈ രീതിയിൽ മുന്നോട്ട് കപ്പൽ യാത്രയായി ബഹറിൻ്റെ ഹാല് മറിഞ്ഞ് തിരുമറിയുന്നതായി. മല്ലാഹ് നഹ്വിയോട് ചോദിച്ചന്ന്, നിങ്ങൾക്ക് പരിചയമുണ്ടോ നീന്താനെന്ന്. എനിക്കില്ല പരിചയം എന്നയാൾ പറയുന്നതായി. എന്നാൽ ഹബീബേ വയസ്സ് മുഴുവൻ നഷ്ടമായി. ഇത് റൗദുൽ അഖ്യാർ നോക്കിയാൽ കാണുന്നതാ. 240-നോട് 250-നോട് 4 ചേർന്നതാ. നബിക്കുള്ള സുനനിൽ പെട്ടതാണ് നീന്തലും. നബി നീന്തി ജുഹഫയിലുള്ളതായൊരു പുഴയിലും സ്വഹാബികൾ പലരും അതിൽ നീന്തുന്നതായി ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നതായി.